വീണതല്ല, സാഷ്ടാംഗം പ്രണമിച്ചതാ. ഇനി പയറ്റ് തുടങ്ങാം. നീ വരൂ. എന്റെ അമ്മജി, നീ വന്നത് നന്നായി, അല്ലെങ്കിൽ ഞാൻ ഇവന്റെ തല പോയി തന്നെ അങ്കക്കലി കൊണ്ടുപോയി. മിടുക്കൻ, നന്നായി പയറ്റുന്നുണ്ടല്ലോ. അത് പിന്നെ എന്റെ ശിഷ്യനല്ലേ. ചുമ്മാ ഇരടെ. എവിടെ പഠിച്ചത്? തുളുനാട്ടില്. ഇവിടെ വന്നിട്ട് 2 ദിവസമായുള്ളൂ. അത് പറ. അതല്ലേ എന്റെ പൊന്നനിയ, സ്നേഹം കൊണ്ട് പറയാ, അധിക ദിവസം ഇവിടെ നിൽക്കരുത്. ഇപ്പൊ അനിയ നന്നായി പയറ്റുന്നുണ്ടല്ലോ, അതൊക്കെ പോവും, നാശമാവും. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, പോണതിന് മുമ്പ് 5-6 നല്ല ചോറ് അമ്മാവനെ പഠിപ്പിച്ചിട്ടോ. ഒന്ന് പഠിക്കേ, ബുദ്ധിമുട്ടില്ല, വളരെ എളുപ്പമാ. ആ, ഞാൻ പോട്ടെ. ശരി. തുളുനാട്ടിൽ നിന്നും കള്ളപ്പയറ്റ് പഠിച്ചിട്ട് വന്ന കള്ളപ്പെടുവാ, ഇന്നിറങ്ങിക്കോണം. ഈ അങ്കത്തട്ടിന്ന്, ഈ കൊട്ടാര വളപ്പിന്ന്, ഈ ടെറിട്ടറിന്ന്. യുവരക്തത്തിന്റെ പ്രതീകമായ, നമ്മുടെ ആശയവും ആവേശവുമായ നിങ്ങളുടെ പ്രിയങ്കരനായ യുവരാജാവിന്, നമ്മുടെ മഹീന്ദ്രവർമ്മ ഇളയരാജയ്ക്ക് ഓരോ വോട്ടുകളും നൽകി അദ്ദേഹത്തെ വിജയിപ്പിക്കണമെന്ന് താണ് വീണ് കേണ് അപേക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. അങ്ങനെ നമ്മുടെ നിനക്കൊക്കെ മിനിമം കൂലി 12 രൂപ തന്നതാരാ ഓർമ്മയുണ്ടോ? ഉണ്ടേ ചെറിയമ്പ്രാൻ. ആ, നമ്മുടെ ചിഹ്നം എന്താ? ചിഹ്നവും കുപ്പിയിലോട്ട് നോക്കണോ. ഉദയസൂര്യൻ, മനസ്സിലായോ? എന്താ? ഉദയസൂര്യൻ. ആ, ക്ലാപ്പൻ. ഇതെന്തോന്നിനാ? പ്രഭാതത്തിന്റെ നവോന്മേഷത്തിന്. ഇതും അടിച്ചേച്ച് വേറെ വല്ലയിടത്തും മാറ്റി കുത്തിയ കളരിന്ന് ഞാൻ എന്റെ ഉറുമി എടുക്കും. വെറുതെ തന്റെ തല മണ്ണ് തീറ്റിക്കരുത്. അങ്ങനെ നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി, നമ്മുടെ ഇളയരാജയ്ക്ക് ഉദയസൂര്യൻ അടയാളത്തിൽ ഓരോ വോട്ടുകളും രേഖപ്പെടുത്തി അദ്ദേഹത്തെ വിജയിപ്പിക്കണം. അമ്മാവാ, ഇതത് വെച്ചോളൂ. ഇതും കൂടെ ഒരു 200 അടി അമ്മാവാ. ഉദയസൂര്യൻ മറക്കല്ല അമ്മാവാ. ഉമ്മ വോട്ടില്ല, വോട്ടില്ല, ചാരായ കുപ്പിക്കോട്ടില്ല. വോട്ടില്ല, വോട്ടില്ല, ചാരായ കുപ്പിക്കോട്ടില്ല. വോട്ടില്ല, വോട്ടില്ല, ചാരായ കുപ്പിക്കോട്ടില്ല. ഹലോ. അയ്യോ, അവരാച്ചാലും എത്തി. ഇയാളൊക്കെ എങ്ങനെ ജയിച്ചു വന്നു എന്റെ ദൈവമേ. യുവരക്തത്തിൻ നേതാവേ, ലക്ഷം ലക്ഷം പിന്നാലെ. യുവരക്തത്തിൻ നേതാവേ, ലക്ഷം ലക്ഷം പിന്നാലെ. എത്തിപ്പോയി എത്തിപ്പോയി യുവരക്തത്തിൻ നേതാവ്. എത്തിപ്പോയി എത്തിപ്പോയി യുവരക്തത്തിൻ നേതാവ്. യുവരക്തത്തിൻ നേതാവേ, ലക്ഷം ലക്ഷം പിന്നാലെ. ഇത് എവിടെയാ? മുഖ്യമന്ത്രിയുടെ വീടാ. എന്നെ എന്തോത്തിനാ ഇവിടെ കൊണ്ടുവന്നേ? ഇവിടെന്ന് ജയിച്ചു, മന്ത്രിയാകണ്ടേ? മന്ത്രിയാകട്ടേന്ന്. ആ, എനിക്കൊന്ന് മുള്ളണം. ബെഡ് പാൻ കൊണ്ടുവന്നിട്ടുണ്ടോ? ബാബു പിടിച്ചിറങ്ങ. മഹി, വണ്ടിയുടെ സ്പീഡ് കൊണ്ട് നേരം വെളുത്ത് ഇറങ്ങില്ല. വേഗം പോവാ, അല്ലേ വേറെ വല്ലവരെ ആക്കും. അവിടെയാ, അവിടെ
പട്ടത്തിന്റെ രജിസ്ട്രേഷൻ എപ്പോ നടത്തണം? മന്ത്രിയെ നേരിട്ട് കണ്ട് ഇത് കൊടുക്കാൻ വന്നതാ. ആ മന്ത്രിയുടെ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇവിടെയാ നിശ്ചയിക്കുന്നത്. ചെക്കാണോ നിവേദനമാണോ? നിവേദനമാണ്. നിവേദനമാണേ അങ്ങോട്ട് കൊടുത്തേക്കടോ. എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കി തരണം. ഒരു വഴിക്കാക്കി തരാം. താൻ ധൈര്യമായിട്ട് പൊക്കും. അവന്റെ അമ്മയുടെ ഒരു നിവേദനം. ഇതുവരെ എത്ര ആയിടൂ? 4.4 ലക്ഷം. അയ്യോ എന്റെ കളരി പരമ്പര ദൈവങ്ങളെ, ഇന്ന് വൈകുന്നേരത്തിനകം 10 തികഞ്ഞില്ലെങ്കിൽ 4 വിമതന്മാര് ചാടി പോകൂടോ. അടുത്ത ആളെ ഇങ്ങോട്ട് എഴുന്നള്ളിക്കണോ. നമസ്കാരം. ആ സബ് ഇൻസ്പെക്ടർ പോസ്റ്റിനുള്ള 6 പേരെ കൊണ്ടുവന്നിട്ടുണ്ട്. എവിടെ 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 എവിടെ? പിള്ളേരുടെ ഫിസിക്കൽ കണ്ടീഷൻ അത്ര ശരിയല്ല. ഒരുത്തനാണെങ്കിൽ ഹിസ്റ്ററി, ചുഴലിദീനം. 2 പേർക്ക് പൊക്കവില്ല. അതൊന്നും കുഴപ്പമില്ല. അവയവങ്ങൾ എല്ലാം ഉണ്ടല്ലോ. ഉണ്ട്. പറഞ്ഞിരുന്ന കാശ് കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ട്. അപ്പോ ഇയാൾക്ക് വട്ടാണ്. നല്ല ഒന്നാം തരം ബെൻസ് കാർ ഷെഡിലിട്ടിട്ട് കുതിര വണ്ടി കയറി പോകുന്നു. ശരിയാ, അച്ഛൻ തമ്പുരാൻ ലേശം വട്ടുണ്ട്. നിന്റെ അപ്പനാടാ വട്ട്. ആ പോയത് ആരാണെന്നറിയോ? വലിയ തമ്പുരാൻ, ദ ഹൈനസ്, എന്റെ ഫാദർ. ബുദ്ധിരാക്ഷസനാ, മനസ്സിലായോ? അപ്പോ നീ പറഞ്ഞതോ വട്ടാ? എനിക്ക് പറയാം. എന്റെ അച്ഛനാ. പിള്ള ചവിട്ടിയാ തളകി കേടില്ല. എളുപ്പം ക്ഷേത്രത്തിലേക്ക് ചെല്ലാൻ നിന്നോട് പറഞ്ഞു. ഞാൻ കുളിച്ചിട്ട് ഇപ്പൊ വരാം. അണ്ണാ, അണ്ണന്റെ വാച്ച്മാനൊരു മോശമാണ്. രാവിലെ മുതൽ ഞങ്ങളിവിടെ നിൽക്കുക. എന്നാ ഗേറ്റ് ഒന്ന് തുറന്നു തരാൻ പറഞ്ഞു, തുറന്നില്ല. എന്നാ ഈ 2 ദോശയും ചായയും പുറത്തേക്ക് തരാൻ പറഞ്ഞു, അതും തന്നില്ല. കാഞ്ഞ വയറാ. നിനക്കൊക്കെ വെച്ച് വിളമ്പി തരാൻ ഇതെന്തോ കൊട്ടാരം വക ഊട്ടുവരെയോ? അപ്പോ അണ്ണൻ വലിയ രാജാവാണെന്ന് പറയുന്നതോ? ഡാടാ, കൂടുതൽ സോപ്പും വേലയൊന്നും വേണ്ട. വന്ന കാര്യം എനിക്ക് മനസ്സിലായി. കോളേജ് ഇലക്ഷൻ നടന്നു. പതിവ് പോലെ നിങ്ങൾ തോറ്റു. ഇന്ന് യൂണിയൻ ഉദ്ഘാടനമാണ്. അത് കല്ലെറിഞ്ഞ് കലക്കണം, അല്ലേ? അതെ. അയ്യടാ, ഞാനില്ല. ഞാനിതൊക്കെ നിർത്തിയിരിക്കുക. ദൈവനോട് ചോദിക്കേ. അച്ഛൻ തമ്പുരാൻ ഇന്ന് രാവിലെ എന്തോ പറഞ്ഞേ? പിന്നെ ഒരു അലമ്പിലും ചെന്ന് പെടരുത്, പുണ്യാളനായി ജീവിച്ചോണം, എന്തോ പാര വരുന്നുണ്ടെന്ന് കേട്ടോ? ഞാൻ രാവിലെ കുളിച്ചു തൊഴുത് പുണ്യാളനായിട്ട് ഇവിടെ വന്നിരിക്കുന്നു. ദയവ് ഇതെന്നെ പിഴയാക്കരുത് പ്ലീസ്. ഇത് റിക്വസ്റ്റാ. ഇവിടെ നിറഞ്ഞില്ലെങ്കിലും ഒന്ന് ലീഡ് ചെയ്ത് തന്നാ മതി. ജസ്റ്റ് എ മോറൽ സപ്പോർട്ട്. അത് തന്നെയുമല്ല, മുഖ്യമന്ത്രി എറിയാൻ കിട്ടുന്ന ഒരു സുവർണാവസരമാണിത്. ഇവിടുന്ന് എറിയുന്നത് കാണാൻ ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട പെണ്ണുങ്ങളെല്ലാം കാണും. സുധർമ്മ, മേരി ജോൺ, നമ്മുടെ ജെസി.